പ്രൈസ് ദി ലോർഡ്. ജീസസ് ക്രൈസ്റ്റ് ന്യൂ ടെസ്റ്റമെൻറ്റ് സാൽവേഷൻ ഡോക്ട്രിൻ അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലും JCNDSDയുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലുമായി അപ്പസ്തോലിക ഉപദേശത്തെ അടിസ്ഥാനമാക്കിയുള്ള സുവിശേഷ ഘോഷണങ്ങൾ കേട്ടുവരുന്ന ബഹുമാന്യ ശ്രോതാക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈ രാത്രിയിൽ അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത്തരത്തിൽ ഒരു ചെറിയ പ്രസംഗവുമായി ഈ രാത്രി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം എനിക്ക് അനുവദിച്ച സാവകാശത്തെ ഓർത്ത് ഞാൻ അത്യധികമായി എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഒപ്പം ഇങ്ങനെ ഒരു അവസരം നിത്യജീവ മൊഴികൾ പ്രസംഗ പരമ്പരയിൽ വേർതിരിച്ചു തന്ന കർത്താവിൽ വിലയേറിയ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായ ദേവദാസന്മാരെയും നന്ദിയോടെ അനുസ്മരിക്കുകയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അവർക്കും ഈ രാത്രിയിൽ അർപ്പിക്കുകയും ചെയ്യുന്നു. ആരോഗ്യപരമായ പ്രശ്നങ്ങളാലും കഴിഞ്ഞ ആഴ്ചയിലെ ചില സാങ്കേതിക പിഴവുകളാലും തുടർച്ചയായി എന്നവണ്ണം ഈ സീരീസിൽ പ്രസംഗിക്കാൻ കഴിയാതെ പോയ ഒരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ സമയം അതിനായി വേർതിരിച്ച് ഒരു ചെറിയ സന്ദേശം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനായി കർത്താവിൽ ആശ്രയിച്ച് ഒരു വിഷയം ദൈവസഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസ് എന്ന വിഷയത്തിൽ ചെറിയ കാര്യങ്ങൾ സംസാരിക്കുവാൻ ദൈവസന്നിധിയിൽ ആശ്രയിക്കുകയാണ്. സ്തെഫാനോസ് എന്ന ക്രിസ്തുദാസൻ എന്ന് ഈ വിഷയത്തെ നാമകരണം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തെഫാനോസ് എന്ന ക്രിസ്തുദാസൻ. എന്തുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ക്രിസ്തീയ ആത്മീയ ചരിത്രം ആരംഭിക്കുന്ന അപ്പോസ്തല പ്രവർത്തികളിൽ 6-ാമത്തെ അധ്യായത്തിലും വളരെ നീളമുള്ള 7-ാമത്തെ അധ്യായത്തിലും പ്രതിപാദിച്ച് കാണുന്ന ഈ ദൈവപുരുഷൻ എന്തുകൊണ്ട് ദൈവസഭയ്ക്ക് മാതൃകയാകുന്നു, എന്തുകൊണ്ട് ക്രിസ്തുദാസൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യത നേടിയിരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും തർക്കമറ്റ വസ്തുതയാണ് എന്നെനിക്കറിയാം. എന്നാൽ ഇന്ന് രാത്രി 6-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും പ്രതിപാദിച്ചു കാണുന്ന സ്തെഫാനോസ് എന്ന ഈ ആദ്യ രക്തസാക്ഷിയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ദൈവസഭ ആദ്യമായി അപ്പോസ്തലന്മാരാൽ സഭയ്ക്കുള്ളിൽ നിയോഗിച്ച 7 ദൈവദാസന്മാരെ, സഭയുടെ മേശയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഡീക്കന്മാർ, അതിൽ പ്രധാനിയും ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യവുമുള്ള വ്യക്തിയായിരുന്നു സ്തെഫാനോസ് എന്ന് നാം അവിടെ വായിക്കുന്നു. 6-ാമത്തെ അധ്യായത്തിൽ സ്തെഫാനോസുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പഠിക്കുമ്പോൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പെറുപെടുത്തു. അപ്പോൾ പശ്ചാത്തലം ഇതാണ്. നമുക്കറിയാം, ക്രിസ്ത്യാനിറ്റിയുടെ ആരംഭകാലം മുതൽ യേശുക്രിസ്തു ഇന്ന് പ്രസ്താവിക്കുന്നത് പോലെ തങ്ങളുടെ കർത്താവ് വീണ്ടും വളരെ വേഗത്തിൽ മടങ്ങി വരും. ഇതാണ് 1-ാം നൂറ്റാണ്ട് മുതൽ പ്രസ്താവിക്കപ്പെട്ട വിഷയം. അപ്പോൾ
അല്പകാലം മാത്രമേ ശേഷിച്ചിട്ടുള്ള ഈ കാലഘട്ടത്തിൽ അവരുടെ സ്വത്തുവകകളും മറ്റെല്ലാ കാര്യങ്ങളും വിറ്റ് അവർ വേഗം മടങ്ങി വരുന്ന കർത്താവിൻ്റെ കൂടെ മടങ്ങി പോകാൻ വേണ്ടിയുള്ള വിശ്വാസ സ്ഥിരതയോടെ അവർ പൂർണ്ണമായും ദൈവവചനം ശ്രവിക്കുന്നതിലും അപ്പോസ്തലന്മാരെ പിൻപറ്റി നടക്കുന്നതിലും ആശ്രയിച്ച് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ വലിയ പുരുഷാരം യേശുക്രിസ്തുവിനെ അനുഗമിച്ചു കാണുന്നതായി നാം 4 സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയതുപോലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിനും സ്വർഗ്ഗാരോഹണത്തിനും ശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്താ ദിവസം കൂടി വന്നിരുന്ന 120 മേൽ മർക്കോസിന്റെ മാളിക മുറിയിൽ വന്നത് മുതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്താ ദിവസം കൂടി വന്ന അപ്പോസ്തലന്മാരുടെയും ശേഷം 120 പേരുടെ മേലും ആവസിച്ച നാൾ മുതൽ ആരംഭിച്ചു തുടങ്ങിയ ദൈവസഭ ഇന്ന് നാം പ്രസ്താവിക്കുന്നത് പോലെ തന്നെ കർത്താവിൻ്റെ മടങ്ങി വരവിന് ഒരുക്കമുള്ള ഒരു ജനതയെ ഒരുക്കുക എന്നുള്ള വിഷയത്തോടു കൂടിയാണ് ആരംഭിക്കപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തങ്ങൾക്കുള്ളതെല്ലാം പൊതുവകയിൽ നിന്നുകയും പ്രത്യാശാ നിർഭരമായ ഒരു ജീവിതം നയിക്കേണ്ടതിന് വേണ്ടി പ്രത്യേകിച്ച് വിധവകളായിത്തീരുന്ന ധാരാളം സ്ത്രീകളും ഒക്കെ യവന ഭാഷക്കാരായ ഗ്രീക്ക് സംസാരിക്കുന്ന ഗ്രീക്കുകാർക്ക് എബ്രായരുടെ ഇടയിൽ തുല്യ പരിഗണന ലഭിക്കുന്നില്ല എന്നൊരു പരാതി അപ്പോസ്തലന്മാരുടെ മുമ്പിൽ വന്നതായി നാം അവിടെ വായിക്കുന്നു. അങ്ങനെ അത്തരമൊരു പരാതി വന്ന സാഹചര്യത്തിൽ അവരുടെ ആ പെറുവിറുപ്പിൻ്റെ ശിഷ്യന്മാർ, നമുക്കറിയാം ധാരാളം ശിഷ്യന്മാർ പെരുകി. അപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടത്തെ അപ്പോസ്തലന്മാർ വിളിച്ച് വരുത്തി അവരോട് അപ്പോസ്തലന്മാർ ഇപ്രകാരം പറഞ്ഞു: ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ ദൈവസഭയുടെ അടിസ്ഥാന കാലം മുതൽ ദൈവസഭയുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ആളുകളെ കണ്ടെത്തുന്നതിന് ഉപയോഗിക്കപ്പെട്ടിരുന്ന മാനദണ്ഡം വിദ്യാഭ്യാസമല്ല, വണ്ണമോ തൂക്കമോ പൊക്കമോ പാരമ്പര്യമോ അല്ല, ദൈവാത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല ടെസ്റ്റിമണിയുള്ള ജീവിത സാക്ഷ്യമുള്ളവരെയാണ് തിരഞ്ഞെടുത്തിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ അവർ തിരഞ്ഞെടുത്ത ആളുകളിൽ, ശിഷ്യന്മാരിൽ അങ്ങനെ 7 പേരെ മേശകളിൽ ശുശ്രൂഷിക്കാനും അതുപോലെ ആവശ്യമുള്ളവർക്ക് ആഹാരം കൃത്യസമയങ്ങളിൽ കൊടുക്കുവാനും തിരഞ്ഞെടുക്കപ്പെട്ട 7 ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാനിയായിരുന്നു സ്തെഫാനോസ്. ഈ സ്തെഫാനോസിനെ സംബന്ധിച്ച് 6-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം പറയുന്നത് വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവൻ. ഇവിടെ നാം ഈ 7 പേരിൽ ഒരാളെ കുറിച്ച് വളരെ വ്യക്തമായി പഠിക്കുന്ന അല്ലെങ്കിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് വ്യക്തമായ രേഖകൾ നമുക്ക് കാണാനില്ല. മാത്രമല്ല, കൃപയും ശക്തിയും നിറഞ്ഞ് ബലത്തോടെ ദൈവവചനം സംസാരിച്ചുകൊണ്ട് യഹൂദന്മാരെ മിണ്ടാതാക്കുന്ന ഒരു ശിഷ്യനും കൂടിയായിരുന്നു സ്തെഫാനോസ്. മാത്രമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായതുകൊണ്ട് ശക്തിയുടെ പ്രദർശനത്തോടുകൂടി തന്നെ ജനത്തിൻ്റെ ഇടയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സ്തെഫാനോസ് ചെയ്തു വന്നിരുന്നു എന്ന് നാം മനസ്സിലാക്കുകയാണ്. അപ്പോൾ സഭയുടെ ആദ്യ കാലഘട്ടം മുതൽ കേവലം അപ്പോസ്തലന്മാരിലൂടെ മാത്രമല്ല അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നത്, മറിച്ച് ആത്മാവും ശക്തിയും നിറഞ്ഞ വിശ്വാസ തീഷ്ണതയുള്ള യേശുക്രിസ്തു തന്നെ ദൈവം എന്ന് പ്രസ്താവിക്കുന്ന 1-ാം നിര അപ്പോസ്തലന്മാർക്ക് ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട ഡീക്കന്മാരിൽ പ്രധാനിയായ ഈ സ്തെഫാനോസ് ജനങ്ങളുടെ ഇടയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഇത് ആ കാലത്ത് യഹൂദ മതത്തിൻ്റെ കുറിച്ച് തീഷ്ണതയേറി മറ്റൊരു മാർഗത്തെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും യേശു എന്നൊരു മനുഷ്യനെ ദൈവപുത്രനെന്നും ദൈവമാണെന്നും അവരോധിച്ചുകൊണ്ട് ജനത്തിൻ്റെ ഇടയിൽ കലക്കമുണ്ടാക്കുന്ന ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംഘത്തിൻ്റെ
ഭാഗമായി നിന്ന് പ്രവർത്തിക്കുന്നവൻ എന്നുള്ള നിലയിൽ ശക്തമായ പ്രതിരോധത്തിന്, ശക്തമായ ആക്രമണത്തിന് സ്തെഫാനോസ് മറ്റുള്ളവരെ പോലെ വിധേയമായി തീർന്നു. എന്നാൽ 6-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം മനസ്സിലാക്കുന്നത് അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അന്നത്തെ യഹൂദ മേലധ്യക്ഷന്മാർക്ക് അന്നത്തെ ഇത്തരത്തിൽ പ്രശ്നങ്ങളുമായി മുന്നോട്ട് വരുന്നവരെ അവർക്ക് അവരുടെ പ്രതിവാദങ്ങളെ ഒരിക്കലും അവർക്ക് സാധൂകരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഒന്ന്, അവൻ സംസാരിച്ച വാക്കുകളുടെ ശക്തി, അവനിൽ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ പ്രവൃത്തി, അവനിൽ ലൂടെ ദൈവത്തിൻ്റെ ആ നാളുകളിൽ ജനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നടക്കുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അതൊന്നും അതിനു മുൻപ് അവരാരും കണ്ടിട്ടില്ല. അത്രമാത്രം അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അകമ്പടിയോടുകൂടി താൻ ഈ കാര്യം സംസാരിക്കുകയും യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അവനെ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അടിസ്ഥാനത്തിൽ താൻ പ്രസംഗിക്കുന്ന വചനത്തെ ആധികാരികമാക്കി ഉറപ്പിച്ചു എന്ന് നമുക്കറിയാം. എന്നാൽ ഇതുകൊണ്ടൊന്നും അന്നത്തെ യഹൂദ മതം അടങ്ങിയിരുന്നില്ല. അവർ കള്ളസാക്ഷികളെ കൊണ്ടുവന്ന് ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും മുമ്പാകെ ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിനും ന്യായപ്രമാണത്തിനും വിരോധമായി ഇടപെടാതെ സംസാരിക്കുന്നു എന്നൊരു ചാർജ്, എന്നൊരു ആരോപണം അവൻ്റെ മേൽ ചുമത്തി. അത് നമുക്ക് 6-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ കാണാൻ സാധിക്കും. ചാർജ് ഇങ്ങനെയാണ്: അതായത് യഹൂദന്മാരുടെ വിശുദ്ധ മന്ദിരത്തിനും അവർക്ക് ദൈവത്താൽ മോശ മുഖാന്തരം കൊടുക്കപ്പെട്ട ന്യായപ്രമാണത്തിനും വിരോധമായി സംസാരിക്കുന്നു എന്നുള്ളൊരു വ്യാജ ആരോപണം ഏതു വിധേനയും സ്തെഫാനോസിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അവർ സംസാരിച്ചതായി വ്യാജ ആരോപണം, താൻ സംസാരിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യാജ ആരോപണം സ്തെഫാനോസിനെതിരെ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും മുമ്പാകെ ജനങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ വാദം ഇങ്ങനെയാണ്: ആ നസ്രായനായ യേശുവിനെ ഈ സ്ഥലം നശിപ്പിച്ച് മോശ നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയും എന്ന് അവൻ പറഞ്ഞതായി ഞങ്ങൾ കേട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പം നസ്രായനായ യേശു ആരാണെന്നോ, ഈ ജനിക്കുന്ന നസ്രായൻ എന്ന് പേർ വിളിക്കപ്പെടുന്നവൻ അവരുടെ പ്രവാചകന്മാർ ഒക്കെയും അവരുടെ പ്രവചന ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടതും അവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്യപ്പെട്ട മെസ്സിഹായാണെന്നും തിരിച്ചറിയാൻ കഴിയാതെ കേവലം അക്ഷരങ്ങളുടെ ശുശ്രൂഷയിൽ ആനന്ദിക്കുകയും മതത്തിൻ്റെ അനുയായികളായി ഇന്ന് തീർന്നിരിക്കുന്ന ആളുകളെ പോലെ തന്നെയുള്ള ഒരു മതവർഗമായി അധപ്പതിച്ച യഹൂദ മതവർഗത്തിൽ പിന്തുടർന്നു പോകുന്ന കാമ്പില്ലാത്ത, കേവലം വിശ്വാസമില്ലാതെ പുറത്തു മാത്രം വിശ്വാസത്തിൻ്റെ കാര്യാദികൾ ചെയ്തു പോരുന്ന, അതിൻ്റെ ശക്തിയെ ചോർത്തിക്കളയുന്ന ഒരു സമൂഹത്തെ ആയിരിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ നസ്രായനായ യേശു ആ നാളുകളിൽ അവരാൽ കൊല ചെയ്യപ്പെട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ആ യേശു ക്രിസ്തു ഈ സ്ഥലം നശിപ്പിക്കുകയും മോശ നമുക്ക് നൽകിയ ന്യായപ്രമാണം തുടങ്ങിയ മര്യാദകളും അനുഷ്ഠാനങ്ങളും കർമാനുഷ്ഠാനങ്ങളും മാറ്റിക്കളയുമെന്ന് അവൻ പറഞ്ഞതായി ഞങ്ങൾ കേട്ടു. ഇത് യഹൂദന്മാരെ വല്ലാതെ ചൊടിപ്പിക്കുന്ന ഒരു പ്രസ്താവനയായിരുന്നു. എന്നാൽ വാസ്തവത്തിൽ തിരുവെടുത്ത് എഴുതിയിരിക്കുന്നത് പോലെ ഇത് വ്യാജമായ, കപടമായ ഒരു ആരോപണം മാത്രമായിരുന്നു. എന്നാൽ 6-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു. അപ്പോൾ ഈ വാദങ്ങളുടെ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ ചാർജുകൾ അവിടെ സ്തെഫാനോസിനെ നിർത്തിക്കൊണ്ട് അവൻ്റെ നേരെ ആരോപിക്കുമ്പോൾ അവനെ ന്യായം വിധിക്കാനുള്ള സംഘം ഇരുന്നിരുന്ന സംഘത്തിൻ്റെ ദൃഷ്ടിയിൽ ദൈവം എന്തു ചെയ്തു? ദൈവം അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ പ്രകാശിപ്പിച്ചു. അങ്ങനെ അവർ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അതോടുകൂടി നമ്മൾ 6-ാം അധ്യായം അവസാനിക്കുകയാണ്. കണ്ടു. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ന്യായാധിപ സംഘത്തിൽ നിന്നും മഹാപുരോഹിതൻ അവനോട് ചോദിക്കുകയാണ്, ഇത് ഉള്ളത് തന്നെയോ എന്ന്. ഏത് ഉള്ളത് തന്നെയോ എന്ന്?
ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിനും ന്യായപ്രമാണത്തിനും വിരോധമായി ഇടപെടാതെ സംസാരിക്കുന്നു. നസ്രായന യേശുവിനെ ഈ സ്ഥലം നശിപ്പിച്ച് മോശ നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയുമെന്ന് നീ പറഞ്ഞു എന്ന് ഇവർ പറയുന്നതായ ഈ സംഗതികൾ ശരിയാണോ, അതുള്ളതാണോ എന്ന് അവനോട് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് ഒറ്റ വാക്കിൽ അങ്ങനെയാണോ അല്ലോ എന്ന് മറുപടി പറയുന്നതിന് പകരം സ്തെഫാനോസ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിവേശിതനായി ഒരു വലിയ വിഷയം തുടക്കം മുതൽ പ്രസ്താവിക്കുകയാണ്. അതായത് ഈ ന്യായാധിപ സംഘത്തിലിരിക്കുന്നവരും തനിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ചുമത്തിയവരുമായി അവിടെ സന്നിഹിതരായിരുന്ന സകലരും ആരാധിച്ചു വന്നിരുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ സംബന്ധിച്ചും ആ ദൈവം ഇസ്രായേലിൻ്റെ പിതാക്കന്മാരായി അവർക്ക് നൽകിയ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യോസഫ് തുടങ്ങി ഇങ്ങോട്ടുള്ള മുഴുവൻ സന്തതി പരമ്പരകളിൽ ഇടയിലും അവർക്ക് ആ തലമുറയിലുള്ള യഹൂദന്മാർക്ക് കേവലം കേട്ടുകേൾവി മാത്രമുള്ളതും വ്യക്തമായ ധാരണകളില്ലാത്തതുമായ കാര്യത്തെ സംബന്ധിച്ച് സ്തെഫാനോസ് ആധികാരികമായി ഒരു പ്രസംഗം നടത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഓരോ പിതാക്കന്മാരെയും അവർ ആരാധിച്ചും അല്ലെങ്കിൽ അവർ ബഹുമാനിച്ചും അവർ പേരെടുത്ത് ഉയർത്തി പറയും പോരുന്ന അവരുടെ പ്രവാചകന്മാരായി പറയപ്പെടുന്ന പിതാക്കന്മാരെ കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രസംഗം കൊടുക്കുകയാണ്. എന്നിട്ട് അങ്ങനെ ഇവർ ഏറ്റവും ഉന്നതമായി വിളിച്ചു പറയുന്ന മോശയെ സംബന്ധിച്ചും ജോസഫിനെ സംബന്ധിച്ചും അങ്ങനെ എല്ലാ പിതാക്കന്മാരെ കുറിച്ചും ഹല്ലേലൂയ, മോശയുടെ ജനനത്തെക്കുറിച്ചും അങ്ങനെ ധാരാളമായ കാര്യങ്ങൾ ഒരു സംക്ഷിപ്തമായി ഹല്ലേലൂയ ഒരു പക്ഷേ ഒരു അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന സുദീർഘമായ ഒരു പ്രസംഗം നടത്തുകയാണ്. അതിൻ്റെ 42-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവരെ 40 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ എപ്രകാരം ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളഞ്ഞ് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി നടന്നുവെന്നും എല്ലാം പ്രസ്താവിച്ചുകൊണ്ട് പറയാണ്. ഞങ്ങൾക്ക് മുമ്പായി നടപ്പാൻ ദൈവങ്ങളെ ഉണ്ടാക്കി തരിക, ഞങ്ങളെ മിസ്രൈമിൽ നടത്തിക്കൊണ്ടുവന്ന ആ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം അവർ ഒരു കാളക്കുട്ടി ഉണ്ടാക്കി ആ ബിംബത്തിന് ബലി കഴിച്ചു, തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചു കൊണ്ടിരുന്നു. ദൈവവും പിന്തിരിഞ്ഞ് ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ടു. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ മരുഭൂമിയിൽ എനിക്ക് 40 സംവത്സരം ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചുവോ? നിങ്ങൾ നമസ്കരിപ്പാൻ ഉണ്ടാക്കിയ സ്വരൂപങ്ങളായ മാലോക്കിൻ്റെ കൂടാരവും രേഫാൻ ദേവന്റെ നക്ഷത്രവും നിങ്ങൾ എടുത്തു നടന്നുവല്ലോ. എന്നാൽ ഞാൻ നിങ്ങളെ ബാബേലിനപ്പുറം പ്രവാസിപ്പിക്കുമെന്ന് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. തുടർന്ന് ഇസ്രായേൽ മക്കൾക്ക് ദൈവം അവരുടെ ഇടയിൽ വസിപ്പാൻ ഉണ്ടാക്കി കൊടുത്ത കൂടാരത്തെക്കുറിച്ചും അങ്ങനെ അനവധി വിഷയങ്ങളെ സംസാരിച്ചുകൊണ്ട് താൻ പ്രസ്താവിക്കുന്ന അല്ലെങ്കിൽ താൻ എന്തിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുന്നു എന്നുള്ളതിനെ പ്രസ്താവിച്ചുകൊണ്ട് അവിടെ തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഈ 52-ാമത്തെ വാക്യത്തിൽ ഇവിടെ നാം വായിക്കുന്നു. 51-ാമത്തെ വാക്യത്തിൽ വെച്ച് താൻ പറയുകയാണ്, ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവോടും മറന്നു നിൽക്കുന്നു. തന്നെ വിചാരണ ചെയ്യാൻ വിളിക്കപ്പെട്ടപ്പോൾ എന്തെങ്കിലും അബദ്ധ പറഞ്ഞ് രക്ഷപ്പെടുന്നതിന് അപ്പുറം നിങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തോട് എപ്രകാരം മറന്നു നിന്നുപോ അത് തന്നെയാണ് നിങ്ങളും ചെയ്യുന്നത് എന്ന് ഒരു കൂസലുമില്ലാതെ, ഒട്ടും ധൈര്യം കുറവില്ലാതെ സധൈര്യം അവരെയും ആ കൂട്ടത്തിൽ പെടുത്തുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ കോപം ഇരട്ടിക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഹൃദയത്തിനും കാതുകൾക്കും പരിച്ഛേദനയില്ല. നിങ്ങൾ കേവലം നിങ്ങളുടെ പുരുഷ അവയവത്തിൻ്റെ അഗ്രചർമ്മം നീക്കിക്കളയുക എന്നുള്ള ആ കേവലം ഒരു സെപ്പറേഷൻ്റെ ബാഹ്യ അടയാളത്തെ മുറുകെ പിടിക്കുമ്പോൾ, എന്നാൽ ഹൃദയത്തിൻ്റെയും കാതിൻ്റെയും പരിച്ഛേദനയുടെ അടയാളമായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ നിഷേധിച്ചതുകൊണ്ട് ആ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തപ്പെട്ട പരിശുദ്ധൻ, ഇസ്രായേലിന്റെ പരിശുദ്ധനായ മശിഹയെ നിങ്ങൾ തള്ളിക്കളഞ്ഞത് കൊണ്ട് നിങ്ങൾ എല്ലാവരും ആ പ്രവാചകൻ മുൻപ് കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാരോട് മത്സരിച്ച മറ്റേതൊരു വ്യക്തിയെ പോലെയും നിങ്ങൾ ആയിത്തീർന്നു
എന്നിട്ട് പറയാണ്, നിങ്ങൾ എപ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നുള്ളൂ. നീതിമാനായവന്റെ വരവിനെ കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ നീതിമാനായവൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ കുറിച്ച് മുന്നറിയിച്ച പ്രവാചകന്മാരെല്ലാം അവർ ശക്തമായ ഭാഷ ഉപയോഗിച്ചതുകൊണ്ട് അവരെ കൊന്നുകളഞ്ഞു. അവരുടെ ഏറ്റവും ഒടുവിലത്തെ ഇര മെസ്സിഹയെ അവതരിപ്പിച്ച യോഹന്നാൻ സ്നാപകനെ തന്നെയായിരുന്നു. അപ്പോൾ അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകന്മാരുമായി തീർന്നു. നിങ്ങൾ ദൈവദന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചില്ല. അപ്പോൾ ദൈവ നിയോഗമായി ന്യായപ്രമാണം എന്ന് അവർ കൊടുത്തു. എന്നാൽ ന്യായപ്രമാണം ഹല്ലേലൂയ ക്രിസ്തു വരെ മാത്രമാണ് എന്ന് പഴയ നിയമം തന്നെ അടിസ്ഥാനമിട്ട് പറയുന്നതായി അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഈ പ്രസംഗത്തിൻ്റെ കാഠിന്യവും സ്വരത്തിലുള്ള കാർക്കശ്യവും കാണുകയും എന്നാൽ അപ്പോൾ തന്നെ താൻ പരിശുദ്ധാത്മ പൂർണ്ണനായി നിൽക്കുന്നു എങ്കിൽ പോലും അതുപോലും ഗണ്യമാക്കാതെ അവരുടെ കോപം അവരുടെ ശരീരത്തിലേക്ക് രക്തം ഇരച്ചു കയറിയപ്പോൾ അവർ കോപപരവശരായി അവൻ്റെ നേരെ പല്ലുകടിച്ചു. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ അല്ലെങ്കിൽ ക്രിസ്തു ശിഷ്യനായ സ്തെഫാനോസിൻ്റെ നേരെ പല്ലുകടിച്ച് അവൻ ആ സമയത്ത് ഈ പ്രതികാരത്തിൻ്റെ എല്ലാ ശക്തിയും അധികാരത്തിൻ്റെ ശക്തികളും അവൻ്റെ നേരെ വന്നു എന്നറിഞ്ഞപ്പോൾ പോലും തെല്ലും ആശങ്കയോ ഭയമോ കൂടാതെ നിൽക്കുകയാണ്. എന്നാൽ അവൻ എന്ത് സംഭവിച്ചു? അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ഹല്ലേലൂയ! ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്കെ നിലവിളിച്ചു. ഇതുകൂടി കേൾക്കുവാനുള്ള ത്രാണി അവർക്കുണ്ടായിരുന്നില്ല. അവർ ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവൻ്റെ നേരെ പാഞ്ഞു ചെന്നു അവനെ നഗരത്തിൽ തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം സംഭവിക്കുക. ഇവിടെ കല്ലെറിയുന്നിടത്ത് കല്ലേറിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഹല്ലേലൂയ തങ്ങളുടെ വസ്ത്രം തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്ന പേരുള്ള ഒരു ബാല്യക്കാരന് കാൽക്കൽ വെച്ചു. അവരുടെ സാക്ഷികൾ, ഈ കാര്യങ്ങൾക്ക് ആരോപണങ്ങൾക്ക് സാക്ഷികളായ ആളുകളുടെ വസ്ത്രം അവിടെ സൗൾ എന്ന് പറയുന്ന എക്കാലത്തെയും മതതീഷ്ണപതിയായ യഹൂദ പണ്ഡിതനായി പിന്നീട് പിൽക്കാലത്ത് അറിയപ്പെട്ട ഗമാലിയലിന്റെ പാദപീഠത്തിൽ ന്യായപ്രമാണം അഭ്യസിച്ച് അരളിയ എല്ലാ തരത്തിലുമുള്ള പരീക്ഷത്വത്തിലും നിറഞ്ഞു വന്നിരുന്ന സൗൾ എന്ന വ്യക്തിയുടെ കാൽക്കൽ ഏൽപ്പിച്ചു. അപ്പോൾ സ്തെഫാനോസ് ഈ തുടർച്ചയായ കല്ലേറുകളുടെ നടുവിൽ ഒന്നോ രണ്ടോ കല്ലുകളല്ല, ആയിരക്കണക്കിന് ആളുകൾ ഒരു വ്യക്തിയുടെ നേരെ കല്ലുകൾ വലിച്ചെറിയുക. കല്ലേറ് കൊണ്ടിട്ടുള്ളവന് മാത്രമേ അതിൻ്റെ ഭീകരതയും വേദനയും അറിയുകയുള്ളൂ. ബുള്ളറ്റ് കൊണ്ടു കഴിഞ്ഞാൽ മുറിഞ്ഞകത്ത് കയറിപ്പോകും. എന്നാൽ കല്ലേറ് കൊണ്ടാൽ അവിടെ ഉണ്ടാകുന്ന വേദന അത് ദിവസങ്ങൾ മാസങ്ങൾ നീണ്ടു നിൽക്കും. അവിടെ രക്തം കട്ട പിടിക്കും. അങ്ങനെ ഉള്ള അവസ്ഥയിൽ കണ്ണിനും കാതിനും മുഖത്തിനും ചെവിക്കും നെഞ്ചിനും കൈകാലുകളുടെ മേലും എല്ലാം തുടരെയായ കല്ലുകൾ പതിച്ചപ്പോൾ ഹല്ലേലൂയ അവിടെ ഒരു പ്രാർത്ഥന സംഭവിക്കുക. ആ പ്രാർത്ഥന ഇതാണ്. ഹല്ലേലൂയ അവൻ മുട്ടുകുത്തി കർത്താവേ അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ കർത്താവായ യേശുവേ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞ് തൻ്റെ പ്രാണനെ വിട്ടു എന്ന് എഴുതിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ശ്രദ്ധേയമായ ഒരു കാര്യം സംഭവിച്ചു. പിന്നീടും ദൈവസഭയെ ഉപദ്രവിക്കുന്നതിൽ സൗൾ നിതാന്ത ജാഗ്രത പുലർത്തിയെങ്കിലും സൗളിൻ്റെ ജീവിതത്തിൽ അവൻ്റെ പിൽക്കാലത്തുള്ള വിശ്വാസത്തിന് അവനെ മുന്നോട്ട് നയിക്കാൻ കാരണമായ ഒരു വലിയ പ്രഹരം അവൻ്റെ മനസ്സിന് ഏറ്റത് നിരന്തരമായ കല്ലേറുകളുടെയും പ്രതികൂലങ്ങളുടെയും കുറ്റാരോപണങ്ങളുടെയും ശാസനകളുടെ നടുവിൽ ഇവയെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവ ചെയ്തവരോട് പൊറുക്കണമേ എന്ന് അപേക്ഷിക്കുന്ന ഈ മനോഭാവമുണ്ടല്ലോ, ഈ മനോഭാവം ഹല്ലേലൂയ
അനേക കല്ലേറുകൾ സ്തെഫാനോസിന്റെ മേൽ ഏറ്റപ്പോൾ ആത്മാവിൽ പൗലോസിന്റെ അല്ലെങ്കിൽ സൗളിന്റെ ഹൃദയത്തിലും ഇതൊരു കല്ലേറായി പരിണമിച്ചു. എന്ത്? ഈ പാപം അവരുടെ മേൽ നിർത്തരുതേ, അവരോട് ക്ഷമിക്കണമേ എന്നുള്ള ഈ അപേക്ഷ. ഇത് ന്യായപ്രമാണത്തിന്റെ ചരിത്രത്തിൽ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പ്രമാണത്തിനും ആ പ്രമാണ അനുസാരികൾക്കും കഴിയാത്തത് ഇത്ര വലിയ പ്രതികൂലങ്ങളുടെ നടുവിൽ ഒരു വ്യക്തിക്ക് കഴിയുന്നു എന്നുവെങ്കിൽ ആ വ്യക്തിയെ അങ്ങനെ ആക്കി തീർത്തിരിക്കുന്നത് അവനിലുള്ള ക്രിസ്തുവാണ്. എന്തോ ഒരു പ്രത്യേകത അവനിലുണ്ട്. കാരണം തൻ്റെ ജീവിതത്തിലോ തൻ്റെ തലമുറകളിലോ തൻ്റെ അനുഭവങ്ങളിലോ താൻ കേട്ടുപിടിച്ച പാഠങ്ങളിലോ ഇല്ലാത്തതായ ഒരു കാര്യമാണ് സ്തെഫാനോസിന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വന്നത്. അത് കേവലം ഒരു വാക്കു മാത്രമായിരുന്നില്ല. അവന്റെ മുഖം പ്രകാശം കൊണ്ട് ആത്മാപൂർണനായി തിളങ്ങി നിൽക്കെ ഈ കാര്യം അവന് പ്രസ്താവിച്ചപ്പോൾ ഈ സൗലിന്റെ ഹൃദയത്തിന്റെ ആന്തരാളങ്ങളിലേക്ക് ഒരു കല്ല് പതിച്ചു. ഇതുമായിട്ടാണ് പിന്നീടുള്ള അവന്റെ യാത്രകളിൽ അവനൊരു മതത്തിന്റെ ഭാഗമായി നിൽക്കുന്നതെങ്കിലും ദമാസ്കസിന്റെ പടിവാതിൽക്കൽ വാസ്തവമായും സ്തെഫാനോസ് സേവിച്ചു വന്നിരുന്ന യേശു ക്രിസ്തുവിനെ കണ്ടെത്തുമ്പോൾ അവന് മനസ്സിലായി. പിൽക്കാലത്ത് യേശു ക്രിസ്തുവിനെ ദമാസ്കസിന്റെ പടിവാതിൽക്കൽ വെച്ച് നീ ഉപദ്രവിക്കുന്ന നസ്രായനായ യേശുവാകുന്നു ഞാൻ എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ അവന് മനസ്സിലായി. ചില നാളുകൾക്കപ്പുറം സ്തെഫാനോസിനെ കല്ലെറിയുമ്പോൾ സ്തെഫാനോസിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ എങ്ങനെ ആണ് സ്തെഫാനോസിന്റെ ജീവിതത്തിൽ ക്രിസ്തു വ്യാപരിച്ചിരുന്നത്. ആ ക്രിസ്തു തന്നെയാണ് തനിക്ക് ദമാസ്കസിന്റെ പടിവാതിൽക്കൽ പ്രത്യക്ഷനായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ പിൽക്കാലത്ത് സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും ദയയുടെയും പരോപകാരത്തിന്റെയും മനസ്സലിവിന്റെയും ലേഖനങ്ങൾ എഴുതി ക്രിസ്തുവിന് സമമായി മനുഷ്യരെ അവതരിപ്പിക്കുവാൻ ഏറ്റവും അധികം വ്യഗ്രതയോടെ അധ്വാനിച്ച ഒരു വ്യക്തി സൗളിൽ നിന്നും പൗലോസായി രൂപാന്തരപ്പെടുവാൻ ഇടയായി തീർന്നത് ഞാൻ വിശ്വസിക്കുന്നു സ്തെഫാനോസിന്റെ വാക്കുകളാണ്. അവന്റെ അന്ത്യ വാക്കുകളായി വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ ഒരു അമ്പ് പോലെ അവന്റെ ഹൃദയത്തിൽ പതിച്ചിരുന്നു. പിൽക്കാലത്ത് തൻ്റെ ലേഖനങ്ങളിലൂടെ ദൈവസഭ ശത്രുവിനോട് ശത്രു പുലർത്തുന്നു എന്ന് പഠിപ്പിക്കപ്പെട്ട ന്യായപ്രമാണത്തിൽ നിന്നും ശത്രുവിന് കുടിക്കാൻ വെള്ളവും വിശക്കുമ്പോൾ ആഹാരവും കൊടുക്കണമെന്ന് റോമാലേഖനത്തിൽ തന്നെ പ്രതിപാദിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ ക്രിസ്തു സമാനനാക്കി പണിയുന്ന ലേഖനങ്ങൾ എഴുതുവാൻ അവനെ പ്രാപ്തനാക്കി ക്രിസ്തുവിനെ പോലെ ക്രൂശിക്കപ്പെട്ട് മരിക്കുവാൻ താൻ ഇച്ഛിച്ചു. മാത്രമല്ല ക്രിസ്തുവിനെ സമമായ ഒരു മരണവും അതിന് സമമായ ഒരു പുനരുത്ഥാനവും താൻ ആഗ്രഹിക്കുന്നുവെന്ന് ഫിലിപ്പി ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായത്തിൽ എഴുതി ചേർക്കുവാൻ ഇടയായി തീർന്നു. ഇത്തരത്തിൽ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ക്രിസ്തു സാന്നിധ്യം എപ്രകാരം സ്തെഫാനോസിൽ ഉണ്ടായിരുന്നുവോ പിൽക്കാലത്ത് അന്ന് ശത്രുസ്ഥാനീയനായിരുന്ന സൗൾ അത് തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി. ശേഷം അപ്പോസ്തലന്മാരും തങ്ങളുടെ രക്തം ഈ ഭൂമിയിൽ ഒഴുക്കിക്കൊണ്ട് ആ സ്നേഹഗാഥ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ അവിടുന്ന് കാൽവരിയിൽ ഒരുക്കിയ ആ കരുണയുടെ ദയയുടെ മാറ്റുലി നാം വായിക്കുന്ന വേദപുസ്തകത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നു. നാമും ഇതേറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സ്വർഗത്തിലെ ദൈവം ഇത് നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്നവരായ JCNDSDയിലെ ആളുകളോട് അല്ലെങ്കിൽ വിശുദ്ധന്മാരോട് പറയുവാനുള്ളത്, ഈ സ്തെഫാനോസിന്റെ മാർഗം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അല്പനാളുകൾ പ്രത്യാശയുടെ കാത്തിരുന്ന് അവരിൽ വ്യാപരിച്ച അതേ ആത്മപ്രവൃത്തി ചെയ്ത് സ്നേഹത്തിലും സാഹോദര്യത്തിലും ഐക്യത്തിലും ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവായ യഹോശുവ ഹമ്മശിയ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.